ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയും സൗദി അറേബ്യ എന്ന് പറയും. ചില ആൾക്കാർ വേറെ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ പറയും. ചിലർ റഷ്യ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇപ്പോൾ മേടിക്കുന്നുണ്ടല്ലോ. ചിലർ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പേരുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അത് വെനിസ്വേലയാണ്. ആ വെനിസ്വേലയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴിത് ഈ വെനിസ്വേലയെ ആക്രമിച്ചത് ഇന്ത്യയുടെ ഓയിൽ മേഖലകൾക്ക് വലിയ തിരിച്ചടി നേരിടാൻ സാധ്യത അതിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രത്യേകിച്ച് റിലയൻസിന് കനത്ത തിരിച്ചടി നേരിടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. വെനിസ്വേലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ ബാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം റിലയൻസിന്റെ ശുദ്ധീകരണ ഘടനയാണ്. അതിന്റെ ദീർഘകാല വിതരണ തന്ത്രം വെനിസ്വേലയുടെ ഊർജ്ജ സ്രോതസ്സുകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണശേഖരം വെനിസ്വേലയിലാണെങ്കിലും അതിന്റെ വരുമാനം പല രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഇതിന് പിന്നിലെ കാരണം അതിന്റെ എണ്ണയുടെ ഗുണനിലവാരമാണ്. ഈ എണ്ണ ഭാരമേറിയ ഇതിന് ഒരു പ്രത്യേക ശുദ്ധീകരണശാല തന്നെ ആവശ്യമാണ്. ജാംനഗറിൽ റിലയൻസിൽ ഇത് ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ റിലയൻസിന്റെ ജാംനഗർ ശുദ്ധീകരണശാലയിലാണ് ഇത് ശുദ്ധീകരിക്കാൻ കഴിയുക. വെനിസ്വേലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാന്ദ്രമായ ഹെവി ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ ജാംനഗറിന് കഴിവുണ്ട്. റിലയൻസും വെനിസ്വേലിയൻ സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനിയായിട്ടുള്ള PDVSAയും തമ്മിൽ 15 വർഷത്തെ എണ്ണ വിതരണ കരാറുണ്ട്. US ഉപരോധങ്ങൾ ഇറക്കുമതി കുറയ്ക്കുകയും തുടർന്ന് പൂർണ്ണമായി അടച്ചുപൂട്ടുകയും ചെയ്തു. 2024 ജൂലൈയിൽ ലഭിച്ച US അംഗീകാര പ്രകാരം രണ്ട് കമ്പനികളും എണ്ണ കൈമാറ്റത്തിന് കീഴിൽ ഉൽപാദനം പുനരാരംഭിച്ചു. ഈ ക്രമീകരണം പ്രകാരം റിലയൻസിന്റെ ഒരു യൂണിറ്റ് PDVSAക്ക് 5 ലക്ഷം ബാരൽ ഹെവി നാഫ്ത വിതരണം ചെയ്യുന്നു. റിപ്പോർട്ട് അനുസരിച്ച് 2024 ഇന്ത്യ വെനിസ്വേലയിൽ നിന്ന് $1.76 ബില്യൺ എണ്ണ ഇറക്കുമതി ചെയ്തു. ഇതിൽ വലിയൊരു പങ്കും റിലയൻസിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. വെനിസ്വേലയിലെ പ്രശ്നങ്ങൾക്കിടയിലും റിലയൻസ് റഷ്യൻ ക്രൂഡ് ഓയിലിലേക്ക് ശ്രദ്ധ തിരിച്ചു. 2025 അവസാനത്തോടെ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 50% റഷ്യൻ എണ്ണയായിരുന്നു നമുക്കറിയാം. വെനിസ്വേലൻ പ്രതിസന്ധിക്കെതിരായ ഒരു സംരക്ഷണമായിരുന്നു ഇത്. US റഷ്യൻ കമ്പനികളെ കരിമ്പട്ടികയിൽ തുടർന്ന് 2025 അവസാനത്തോടെ റിലയൻസ് ഇത് വാങ്ങുന്നത് നിർത്തി. റിപ്പോർട്ട് അനുസരിച്ച് 2026 തുടക്കത്തിൽ റിലയൻസ് ഏകദേശം 22 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് വാങ്ങിയിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.